രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്ത് ജോബി ജോസഫും ഒളിവിൽ പോയത് ഒന്നിച്ചാണെന്ന് വിലയിരുത്തൽ. വീട്ടിലും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ജോബി ജോസഫിനെ കണ്ടെത്താനായില്ല. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പരിശോധന തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, ഇത്രയും ദിവസങ്ങളായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നതിലൊരു വ്യക്തത വന്നിട്ടില്ല. സമൂഹ മാധ്യമത്തിൽ ആദ്യ ദിവസം ഒളിച്ചിരുന്ന ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു വിവരവുമില്ല. അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ട് എന്ന് കണ്ടെത്താനായി പോലീസിന്റെ വ്യാപക പരിശോധനയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായതല്ലാതെ മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. രാഹുൽ എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ പോലീസിന് നിലവിൽ ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ തിരുവനന്തപുരത്ത് എത്തി, വഞ്ചിയൂരിലെത്തി, ഈ പറയുന്ന ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ട് പോയി എന്നതിനപ്പുറത്തേക്ക് പോലീസിന് കൃത്യമായ വിവരങ്ങളൊന്നും ശേഖരിക്കാനായിട്ടില്ല. പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട്ടിൽ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു സംഘം കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലായി പരിശോധന നടത്തുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ അടക്കം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു വിവരവും പോലീസിൻ്റെ പക്കലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാഹുലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക എന്നൊരു നിർദ്ദേശം തന്നെ പോലീസിൻ്റെ തലപ്പത്ത് നിന്നുമുണ്ട്. പക്ഷേ ആ നിർദ്ദേശം നടപ്പാക്കാൻ പോലീസിന് കഴിയുന്നില്ല. രാഹുലിൻ്റെ സുഹൃത്ത് ജോബിയും ഒരുമിച്ചാണ് ഒളിവിൽ പോയത് എന്നുള്ളതാണ് ഇപ്പോഴെന്തായാലും പോലീസിന് മനസ്സിലായിരിക്കുന്നത്. കാരണം നടത്തിയ പരിശോധനകളിൽ നിന്നുമെല്ലാം അവർക്ക് ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോബിയുടെ വീട്ടിലും അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ സുഹൃത്തുക്കളായ ഫെനിയുടെ വീട്ടിലടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും പരിശോധനയുണ്ടായിരുന്നു. ഫെനിയുടെ ഭാഗത്തു നിന്നും പോലീസ് സ്റ്റേഷനിലടക്കം പ്രതിഷേധവും, ഈ പരിശോധനയ്ക്കെതിരെയുള്ള പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാത്രി വൈകിയും പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നു. രാഹുലിനെ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു. പക്ഷേ ആ പരിശോധനകളിലൊന്നും പോലീസിന് വ്യക്തമായ വിവരം ലഭിക്കുന്നില്ല. ബുധനാഴ്ചയാണ് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടൊരു തീരുമാനമുണ്ടായാൽ പോലീസിന് ഇപ്പോഴുള്ളതിലും അധികം സമ്മർദ്ദമുണ്ടാകും. അപ്പോൾ അതിനു മുൻപ് തന്നെ എങ്ങനെയെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഒരു നീക്കം. പക്ഷേ രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് പോലീസിൻ്റെ നടപടികൾക്കെതിരെയും വിമർശനം ഉയരാൻ കാരണമായിട്ടുണ്ട്. നിലവിൽ എന്തായാലും വ്യാപകമായ പരിശോധന കേരളത്തിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും പോലീസ് നടത്തുന്നുണ്ട്.